രാഗഭംഗിയുടെ സ്വര രാജകുമാരി. വെൽക്കം ആവണി ഓൺ സ്റ്റേജ്. होई रे 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 होइया रे होइए यमुना तीरे होइया रे होइए यमुने നിന്നുടെ നെഞ്ചിൽ നിറയെ കണ്ണിറമെന്റെ പറയൂ നിന്നിലലിഞ്ഞു കാർവണ്ണൻ യമുനെ നിന്നുടെ നെഞ്ചിൽ നിറയെ കണ്ണിറമെന്റെ പറയൂ നിന്നിലലിഞ്ഞു കാർവണ്ണൻ പാവം പെൺകൊടി മാറേ എന്താണ് സുന്ദരിയായിട്ട് വന്ന് അടിച്ചു പൊളിച്ചു. ചേച്ചിമാരുടെ ഒക്കെ കൂടെ അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് പെട്ടെന്ന് തോന്നിയ എന്താണെന്നറിയോ, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നോ പറഞ്ഞു ആവണിയുടെ അച്ഛന് മറ്റേ എന്താണ് ഇവന്റ് മാനേജ്മെന്റ് ആണ്.
പന്തല്, പിന്നെ വേറെന്തൊക്കെയാണ്? പന്തല്, സൗണ്ട്സ് ഉണ്ട്, പാത്രം, ഉരുളി, അതൊക്കെ ഉണ്ട്, ടിഫൻ കാരിയർ, അതിന്റെയൊക്കെ എല്ലാ ബിസിനസ്. പക്ഷെ അവണയുടെ പേരല്ല. പക്ഷെ ഇപ്പൊ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് കഴിഞ്ഞിട്ട് നേരെ വെളിയിൽ പോയിട്ട് ഈ ഡാൻസേഴ്സും ഒക്കെ ആയിട്ട് നിന്ന് അവരുടെ കുടം കൊടുക്കരുത്. അവരുടെ എല്ലാം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയ ടിഫിൻ കാരിയർ, ഉരുളി, പാത്രങ്ങള്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരാൾ മൈക്ക് സൗണ്ട്സ് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നു. അവിടെ തന്നെ മൈക്ക് പിടിച്ചാൽ മതി. പിടിച്ചിട്ട് അങ്ങനെ നിന്നൊരു ഫോട്ടോ എടുത്തിട്ട് സ്വന്തം അച്ഛന്റെ കൈ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇനിയെങ്കിലും എന്റെ പേര് വെച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാണെന്ന് പറയണം. അപ്പൊ ഈ ഡ്രസ്സിൽ കോസ്റ്റ്യൂമിലൊക്കെ കാണുമ്പോ അച്ഛനെ അറിയാതെ വെച്ച് പോകും. ഇനി ഇതിക്കുള്ളിൽ അങ്കിളിന് എന്ത് ചെയ്യാൻ പറ്റും? പോട്ടെ, എന്തായാലും പാട്ട് നന്നായിട്ട്, നല്ല സെലക്ഷനാണ്, നന്നായിട്ട് പാടി. മോള് തുടങ്ങിയപ്പം വളരെ കോൺഫിഡന്റ് ആയിരുന്നു, നല്ല രസകരമായിട്ട് തുടങ്ങി. പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ ലാസ്റ്റ് അനുപല്ലയുടെ എൻഡ് വരുമ്പോ ആ ശ്രുതിക്ക് ഇത്തിരി ഇത് വരുന്നുണ്ടല്ലോ. എന്തെങ്കിലും അസുഖമില്ലായിരുന്നോ, പനിയോ ഇല്ലായിരുന്നോ? സൗണ്ട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അല്ലേ? കുറഞ്ഞു. പക്ഷെ ആ പഴയതിനെക്കാട്ടിൽ നല്ല ഇമ്പ്രൂവ്മെന്റ്. തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല വളരെ പവർഫുൾ ആയിട്ട് പാടുന്നു. പണ്ട് ഈ പതുക്കെ പതുങ്ങിയൊക്കെ പാടുന്നതൊക്കെ മാറിയിട്ട് മോളങ്ങ് ജസ്റ്റ് നല്ല ഓപ്പണപ്പായിട്ട് പാടുന്നുണ്ട്. അപ്പൊ വളരെ നന്നായിരിക്കുന്നു. അത് കമന്റബിൾ. അതാ പറയാൻ കഴിയും. വളരെ നന്നായിട്ട് പാടി. അപ്പം പക്ഷേ ടുവേഴ്സ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ക്ഷീണിതയാകുന്നു. എന്നിട്ട് ആ ശ്രുതി അങ്ങോട്ട് എത്തുന്നില്ല. അത് ക്ഷീണം കൊണ്ടാണോ അതോ ശ്രദ്ധിക്കാത്തോണ്ടാണോ അത് നമുക്ക് ചെക്ക് ചെയ്യാൻ കണ്ണൻ്റെ അടുത്ത് പറഞ്ഞിട്ട്. ശ്രദ്ധിക്കണം ആദ്യം പാടുമ്പോൾ ശ്രുതി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ എന്ത് പറ്റുന്ന അറിയാം, എപ്പോഴും പറയാറുള്ളതാണ് അവളുടെ അടുത്ത്. മോള് നന്നായിട്ട് പാടി വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് മാറുമ്പോഴത്തേക്ക് ഞങ്ങൾക്കൊക്കെ ഭയങ്കര വിഷമം വരും. അപ്പൊ ആ ശ്രുതി തരുന്നത് ശ്രുതി ലാ 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 കറക്റ്റായിട്ട് പാടി, ശ്രുതി കേട്ട് പാടി. പാവം നിന്നുടെ നെഞ്ചിൽ പാട്ടായി മുങ്ങിയവൻ. അയ്യോ, മുങ്ങി താഴ്ന്നു പോണു, മുങ്ങിപ്പോണു. പാട്ടായി മുങ്ങിയവൻ. അത് കഴിഞ്ഞിട്ട് അതാണ് ലാസ്റ്റ്. അല്ല, അതിന് മുമ്പൊരു മേളിലോട്ട് പോകുന്നുണ്ടല്ലോ. പിന്നാലെ പിന്നാലെ കൂടുന്നതാരോ ആരോ. അവിടെ കറക്റ്റായിട്ട് ആ ദൈവതം എന്നുള്ള അവിടെ നിർത്തണം. പഠിക്ക്. കൂടുന്നതാരോ. അവിടെ മോള് കുറച്ച് സ്ട്രെയിൻ ആവുന്നുണ്ട്. ബാക്കി പഴയതിനെക്കാട്ടിൽ വളരെ ബെറ്ററാണ്, നന്നായിട്ട് പാടുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം, വേണ്ടേ? ശ്രദ്ധിക്കും. അടുത്ത പാട്ടിന് ഇതുപോലെ ശ്രദ്ധിച്ച് വരണം. കാരണം എന്താ വെച്ചാൽ മോള് പാടുന്നതൊക്കെ എല്ലാം മോക്ക് അറിയാം. പക്ഷെ ആ പാടുന്ന സമയത്തുണ്ടാവുന്ന ചെറിയ ചെറിയ ഇതാണ്. അപ്പൊ അതിനൊരു തയ്യാറെടുപ്പ്. അത് എപ്പോഴും ഒരു പാട്ട് പാടുന്നതിന് മുമ്പ്, പങ്കളൊക്കെ ഒരു സ്റ്റേജിൽ പോയി ഒരു പാട്ട് പാടുന്നതിന് മുമ്പ് ഒരു പവർ നമ്മൾ അങ്ങോട്ട് എടുക്കും. ഞാനിത് മുഴുവനാക്കും. അടിപൊളി പാട്ടാണേലും മെലഡി ആണേലും ഏതാണേലും ഇത് പെർഫെക്റ്റ് ആയിട്ട് പാടാൻ ശ്രമിക്കും. പിന്നെ തെറ്റ് പറ്റുന്ന നമ്മുടെ എല്ലാവർക്കും പറ്റും, എനിക്കും പറ്റും, ആർക്കും പറ്റും. അത് കല്ലി അത് വിട്ടേര്, അതൊന്നും വലിയൊരു പ്രശ്നമേ അല്ല. അപ്പോ നന്നായിട്ട് പാടി, നല്ലൊരു കൈഡി. വെരി ഗുഡ്. ആവണിക്കുട്ടി, എന്തൊരു ഭംഗിയാ. എനിക്ക് ഈ ഡാൻസേഴ്സും ആവണിയും കണ്ടപ്പോൾ ഒരുപാട് മനോഹരമായിരുന്നു കേട്ടോ പെർഫോമൻസ്. വളരെ നന്നായിരുന്നു. ബിക്കോസ് ഈ ഡാൻസും പാട്ടും ഒരുമിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ കൂടുതൽ ഫോക്കസ് വേണം അല്ലേ. പക്ഷെ എനിക്ക് തോന്നി എന്തോ ഈ റെപ്പറ്റീഷൻ, ഒരു ലൈന് നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് പല സ്ഥലങ്ങളിൽ ഒന്ന് റിപ്പീറ്റ് മറന്നു പോയോ, അല്ലെങ്കിൽ ഈ കോറസ് അവര് അവിടെ വരാമായിരുന്നു അല്ലേ? അവിടെ ഒറിജിനൽ കോറസ് ആണ്. പക്ഷെ അവര് വന്നില്ല, പിന്നെ നിങ്ങൾ പാടി. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു ചില സ്ഥലങ്ങളിൽ. പിന്നെ ആ ഹമ്മിങ് അല്ലേ, ഇടയ്ക്കുള്ള ഹമ്മിങ് അവരെടുത്തില്ല. പിന്നെ ചിലപ്പോ നമ്മൾ പാടുമ്പോ അവരെടുത്തില്ലെങ്കിലും നമ്മുടെ ഫോക്കസോട് നമ്മൾ പാടണം. പാടില്ലെങ്കിൽ കുഴപ്പമില്ല, അത് വിടാം, നെക്സ്റ്റ് ലൈൻ നമ്മൾ എടുക്കാം. പക്ഷെ ഒടുവിൽ ഇങ്ങനെ എടുക്കുമ്പോ അത് നമ്മുടെ തെറ്റ്, അത് ഒരു കൺഫ്യൂഷൻ ആയി പോകുന്നു അല്ലേ.
സോ നമുക്ക് ചിലപ്പോൾ ഈ എസ്പെഷ്യലി നമ്മൾ ഡുവറ്റ്സ് പാടുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മെയിൽ സിംഗർ ശ്രുതി പോവും, അല്ലെങ്കിൽ പാട്ട് മറന്നു പോവും, അല്ലെങ്കിൽ എന്തൊക്കെയോ ചിലപ്പോൾ അതാവുന്നുണ്ട് അങ്ങനെ. പക്ഷെ നമ്മുടെ പോർഷൻസ് നമ്മൾ ശ്രദ്ധിച്ച് ഫോക്കസോട് നമ്മൾ പാടി തീർക്കാം. അതാണ് നമ്മുടെ ഒരു പ്രൊഫഷണലിസം അല്ലേ. അത് ഇനിയും വരും, അതേ ഒരു എക്സ്പീരിയൻസിൽ അങ്ങനെ ചെയ്യാൻ അത് വരും. ഇപ്പൊ കുട്ടിയല്ലേ, സോ പിന്നെ ആരെങ്കിലും തെറ്റ് ചെയ്താൽ അങ്ങനെ നെറ്റിപ്പോകുന്നല്ലേ, അത് നല്ലതാ. നമ്മളെല്ലാം ബഫലോ സ്കിന്നായി, പിന്നെ നെറ്റിപ്പോകുന്നില്ല. പക്ഷെ അത് നല്ലതാ ലൈഫിൽ എപ്പോഴും. പക്ഷെ പാടുമ്പോൾ നമുക്ക് അതൊന്ന് ശ്രദ്ധിച്ച് അവർ പാടില്ലെങ്കിലും നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ ഇപ്പൊ ഒരു സ്ഥലം പാടിയില്ലേ, പാവം പെൺകുടിമാരെ, അങ്ങനെ എല്ലാ ചരണത്തിലും ലാസ്റ്റ് ലൈനും അതേ ട്യൂണല്ലേ. പക്ഷെ ടെമ്പോട് കൂടി വരുമ്പോൾ ആ സംഗതി കൃത്യമായിട്ട് വരുന്നില്ല എന്നാണ് എനിക്കൊരു പ്രാവശ്യം ടെമ്പോണ്ട് കൂടി പാടാമോ ആ സംഗതി? പാവം പെൺകൊടിമാരെ പാട്ടിൽ നിർത്തുമവൻ, പാവം നിന്നുടെ നെഞ്ചിൽ പാട്ടായി മുങ്ങി. ഇപ്പൊ ടെമ്പോയില് വരുത്താൻ വേണ്ടി കറക്റ്റായിട്ട് കൊണ്ടുവന്നു. എന്നാലും ശ്രുതിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ ഇപ്പോ? അല്ലെ, ഈ ടെമ്പോ, ശ്രുതി, ഫീല് ഇതൊരു ട്രിക്കിയാണ്. ഇത് ചെയ്താൽ അത് വരുന്നില്ല, അത് ചെയ്താൽ ഇത് വരുന്നില്ല, അങ്ങനെയാണത്. എന്നാലും അതെല്ലാം ഒരുമിച്ച് വരട്ടെ. അത് വരുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ വന്നുവല്ലേ. പിന്നെ ചരണം കേട്ടപ്പോ, ചരണന്റെ ഫസ്റ്റ് ലൈൻ, പൂമ്പിയിലെ കണ്ടാലോ തുള്ളുന്നു കണ്ണൻ, പൂമ്പട്ട് വാരിക്കവർന്നോരു കള്ളൻ. സൂപ്പർ. അത് എന്റെ ആ ഒരു ഭാവമല്ലേ, വളരെ നന്നായിട്ട് പാടി അവിടെ. ആ സ്ഥലം കേട്ട് എനിക്ക് തോന്നി ഈ രാജാ സാറിന് കമ്പോസർ അല്ലേ, ചില കമ്പോസേഴ്സ്ക്ക് ചിലത് വളരെ ഇഷ്ടമാണ്. ഈ ക്രോമാറ്റിക് സ്കെയിൽ അല്ലേ, 2 ഗാ അല്ലെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പല പാട്ടിൽ ഇങ്ങനെ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. വാടൈ പൂങ്കാറ്റ് എന്നെ തീണ്ടും ഇങ്ങനെ. പിന്നെ ഈ പാട്ടില് ഏതോ നിലവുകൾ നരരേ, അങ്ങനെ ആ ഒരു ഫ്രേസ് അല്ലേ ചില കമ്പോസേഴ്സിന് ഒരുപാട് ഇഷ്ടമാവും. പിന്നെ ഈ പാട്ടിലും അത് ഏനോ നെഞ്ചിൽ തനനനനനന, ഈ രാഗമില്ലെങ്കിലും ആ ഒരു ക്രോമാറ്റിക് സ്കെയിലിന്റെ പ്രയോഗമല്ല ഈ രാജാ സാറ് വളരെ ചെയ്തിട്ടുണ്ട്. അത് ഇത് കേട്ട് എനിക്ക് എല്ലാ ഓർമ്മ വന്നു. പിന്നെ ഈ രാഗത്തിലെ തന്നെ ഈ കണ്ണെന്ന് പറയുമ്പോൾ ആ ഒരു തീമിനെ വരുന്ന പാട്ട് ഈ രാഗത്തിൽ തന്നെ ഈ വാൻ പോലെ വണ്ണം കൊണ്ട് വந்தாய் ഗോപാലനേ, പൂമുത്തം തന്തവനേ, ആഹ വെണ്ണില തന്മുഖം കണ്ടവനേ, പല വിന്തകൾ ചെയ്തവനേ, ഓ പോലെ വണ്ണം കൊണ്ട് വந்தாய் ഗോപാലനേ, പൂമുത്തം തന്തവനേ. ഇങ്ങനെ പലതും ഓർമ്മിച്ചു ഞാൻ. എന്നാലും വളരെ നന്നായി എഫേർട്ട് ഇരുന്നു. കുറച്ചൊന്ന് ശ്രുതിന്റെ കാര്യം സംഗതിയെ പാടുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കാം.